നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നാണ്. 2 ദിവസം റീഡിങ്സ് എടുക്കാൻ പറ്റിയില്ല, ചെറിയ ഹെൽത്ത് ഇഷ്യൂവും ജോലി തിരക്കുള്ളതുകൊണ്ടായിരുന്നു കേട്ടോ. എന്താണെങ്കിലും നമുക്കിനി കണ്ടിന്യൂ ആയിട്ട് എടുത്തു പോകാൻ പറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ ഇത് നിങ്ങൾക്കുള്ള റീഡിങ്സാണ്, തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യാനാണ്. അപ്പം എന്താണെങ്കിലും നിങ്ങൾ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യണം. ജനറൽ റീഡിങ്സ് ആണ്, നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കാനുള്ള റീഡിങ്സ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനോ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചൊരു കറക്റ്റായിട്ടൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ മനസ്സിൽ നമുക്കുണ്ടാവില്ല, അതെന്താണ് ഇങ്ങനെയാണെന്നുള്ള എന്ത് കാര്യമായാലും അതിനെ കണക്റ്റ് ചെയ്ത് തന്നെ റീഡിങ്സ് യൂണിവേഴ്സൽ മെസ്സേജ് കാണാൻ ശ്രമിക്കുക കേട്ടോ. പുതിയതായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാനാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇറങ്ങുന്നവർക്കും അതുപോലെ എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാം. അതിനെ സംബന്ധിക്കുന്ന ഒരു ഉത്തരം നിങ്ങൾക്ക് തീർച്ചയായിട്ടും റീഡിങ്സിൽ നിന്ന് ലഭിച്ചിരിക്കും. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ പേഴ്സണൽ റീഡിങ്സിന് പേയ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്ന് ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസിന് ഒരു ക്ലാരിറ്റി വരുത്തി പറ്റുമെങ്കിൽ പരിഹാരം ലഭിക്കേണ്ട കാര്യമാണ്, പരിഹാരം ചെയ്യേണ്ട ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അവർ റീഡിങ്സിൽ അത് കണക്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്നത് ദ ചാരിയറ്റിൻ്റെ എനർജിയാണ്. ഇന്നത്തെ ദിവസമെന്ന് പറയുന്നത് നിങ്ങളിൽ ഒരു കൺട്രോളിങ് ആൻഡ് വിൽ പവർ എനർജി ഉണ്ടാവണം. അതായത് പെട്ടെന്ന് ഇമോഷണലി ഒക്കെ ഇങ്ങനെ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ പറയുക, പ്രവർത്തിക്കുക, പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്ന ഒരു ക്യാരക്ടർ ഉള്ളവരാണെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു ഉപദേഷ്ടാവിനെ പോലെ, അതായത് നമ്മളോട് തന്നെ ഒന്ന് സംസാരിക്കുക, നമ്മൾ സ്വയം നമ്മളോടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്നൊരു പ്രോസസ്സുണ്ട്. അതായത് ഒരു മോട്ടിവേഷൻ തന്നെ ആവാം അത് കേട്ടോ. നമ്മളെ കേൾക്കുന്നത് നമ്മൾ തന്നെ, നമ്മളോട് മറുപടി പറയുന്നത് നമ്മൾ തന്നെ. അതായത് ക്ഷമയോട് കൂടി ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ ഓരോ കാര്യങ്ങളെയും ഫോക്കസ് ചെയ്യുക എന്നാണ് കാണുന്നത്. എടുത്ത് ചാടി ഒരിടത്തും യെസ്സും പറയണ്ട, നോയും പറയണ്ട. അതിൻ്റെ 2 വശങ്ങളെയും മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം വരുന്ന ഏത് സാഹചര്യമായിക്കോട്ടെ അതിൻ്റെ 2 വശങ്ങളെയും മനസ്സിലാക്കി രണ്ടിടത്തും 2 രീതിയിലായിരിക്കും റിസൾട്ട് കാണുക. അതായത് ഒരു വശം നല്ലതായിരിക്കാം, ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ സക്സസ് ആയിരിക്കാം, നിങ്ങളുടെ തീരുമാനം കറക്റ്റ് ആയിരിക്കാം, നിങ്ങൾ ചിന്തിച്ചത് തന്നെയായിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. മറു സൈഡിലേക്ക് നോക്കുമ്പോഴും അതിൻ്റേതായ ആ ഒരു സാഹചര്യങ്ങൾ ചിലയിടങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ കൈകളിൽ ഉള്ളതുകൂടി നമുക്ക് ലോസ് ആവുന്ന സിറ്റുവേഷൻസുകൾ, നമ്മൾ പ്രതീക്ഷിച്ച് അത്രയും നമ്മളെ അക്സെപ്റ്റ് ചെയ്യാത്ത ചില ഇടങ്ങൾ, അങ്ങനെയുള്ള 2 സാഹചര്യത്തിലും അതിൻ്റേതായ കാര്യകാരണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കറൻറ്റ്ലി ഇന്നത്തെ ദിവസമെന്ന് പറയുന്നത് വളരെയധികം ക്ഷമയോടുകൂടിയും വളരെയധികം ആലോചനയോടുകൂടിയും വ്യക്തതയോടുകൂടിയും പെട്ടെന്ന് യെസ് പറയാത്ത വിധം, പെട്ടെന്നൊരു തീരുമാനം എടുക്കാത്ത വിധം മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക. അതായത് നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി അതിൻ്റെ വരും വരായികകളെക്കുറിച്ചും അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും ഒന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം തീരുമാനം എടുക്കുക കേട്ടോ. ചിലരെ സംബന്ധിച്ച് എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പം തന്നെ ഓക്കെ എന്ന് പറയും, പിന്നീട് മാറിയിരുന്നിട്ട് അത് അല്ലെങ്കിൽ ഒരു നഷ്ടം വന്നു കഴിയുമ്പം അതൊരു എടുത്തുചാട്ടമായി പോയി, എന്തുകൊണ്ട് തന്നെ അതായത് അപ്പം തന്നെ അവർ പറയുന്നത് നമ്മൾ ഇത്രയും ഈശ്വരനെ വിളിച്ചിട്ട് നമ്മളെ ദൈവം സപ്പോർട്ട് ചെയ്തില്ലല്ലോ, നമ്മളെ തടഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളെ എനിക്കറിയാം. നമ്മളോട് ഈ വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജുകൾ ഇടുന്നതറിയാം. ഞാൻ എത്ര പാവം ചെയ്യാഞ്ഞിട്ടും ഞാൻ എന്തിനാണ് ഈ കർമ്മ അനുഭവിക്കുന്നത്, അവർക്ക് കർമ്മ കിട്ടുമോ, അവർക്ക് എന്താണ് വരാൻ പോകുന്നത്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളിൽ നിന്ന് എടുത്തു മാറ്റണം. നമ്മളെ ദ്രോഹിച്ചവരായിക്കോട്ടെ, നമ്മളുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചവരായിക്കോട്ടെ, നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്ന സമയത്ത് നമ്മളെ വലിയൊരു പടുകുഴിയിലേക്ക് തള്ളിയ ആളുകളുണ്ടാവും നമ്മുടെ ലൈഫിൽ. അവരോടൊക്കെ അങ്ങ് ക്ഷമിച്ച് കളയുകയല്ല, അതങ്ങ് വിട്ട് കളയുക. നമുക്കവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസുകളിൽ ചെന്ന് ചാടിയതല്ലേ. അവിടെ വെച്ച് നമുക്കൊരു വിൽ പവർ ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ വെച്ച് ആ സമയത്ത് പ്രതികരിക്കും. അപ്പം നമ്മൾ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ നമ്മൾ ചതിക്കപ്പെടുന്നത്, നമ്മൾ പെട്ടുപോകുന്നത്, പ്രതീക്ഷിക്കാത്ത ചിലത് നമ്മൾ പറഞ്ഞു എന്ന് കേൾക്കുന്നത്, നമ്മളെ പറഞ്ഞത് കേൾക്കുന്നത്, ഇതെല്ലാം സംഭവിക്കുന്നത് നമുക്ക് ആ ടൈമിൽ ആക്ഷൻ എടുക്കാൻ പറ്റാതെ വരുന്ന സമയത്താണ്.
നമ്മളെ ഒരാൾ ചീറ്റിംഗ് ചെയ്യുന്നത്, അത് ഫിനാൻഷ്യലി ആണെങ്കിലും മേടിച്ചിട്ട് നമുക്ക് തിരിച്ച് തരാതെ പോകുന്നത്, ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ ശരിക്കും ആ സമയത്തൊന്നും മനസ്സിലാക്കാതെ കണ്ണ് കെട്ടിയതുപോലെ നമ്മൾ അവരിലേക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ടാണ്. സ്നേഹമായിട്ട് ഇരിക്കുന്നവർ പെട്ടെന്ന് ശത്രുക്കളാവുന്നതും എല്ലാം നമ്മൾക്ക് ആ ടൈമിൽ സംഭവിക്കുന്ന മിസ്റ്റേക്കിൻ്റെ ഫലമായിട്ടാണ്. ഒരുപക്ഷെ ദീർഘവീക്ഷണമില്ലാതെയോ പെട്ടെന്ന് മറുപടി പറയാതെ ക്ലാരിറ്റി വരുത്താതെയൊക്കെ പോയി കഴിയുമ്പോൾ സംഭവിക്കുന്നതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നമ്മൾ ഒരിക്കലും പിന്നീട് ഒരു ആക്ഷനെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? വിട്ട് കളയണം. ക്ഷമിച്ച് കളയുക എന്നതല്ല, ആ വ്യക്തി ചെയ്തതും പറഞ്ഞതും ആ വ്യക്തിയിൽ നിന്ന് എക്സ്പീരിയൻസ് ഉണ്ടായതും എല്ലാം മനസ്സിലുണ്ടാവണം. അതൊരു ലെസണായിട്ട്, ഒരു പാഠമായിട്ട് മാത്രം കണ്ടുകൊണ്ട് അത് വിട്ട് കളയുക. നമ്മളെപ്പോഴാണോ അങ്ങനെ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് പുറത്ത് കടക്കുന്നത്, നമ്മളെ ദ്രോഹിച്ചവരെ, നമ്മളെ വേദനിപ്പിച്ചവരെ നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ട് കളയുന്നത്, അപ്പം തൊട്ട് നമ്മുടെ ഹെൽത്ത്, നമ്മുടെ എനർജി വൈബ് ചേഞ്ച് ആവാൻ തുടങ്ങും. നമ്മൾ വളരെ ടോപ്പ് എനർജിയിലേക്ക് പോകാൻ തുടങ്ങും. നമ്മളിൽ വളരെയധികം മാനിഫെസ്റ്റിംഗ് പവർ വരാൻ തുടങ്ങും. പോസിറ്റിവിറ്റി നിറയാൻ തുടങ്ങും. നമുക്ക് ചുറ്റും ഏറ്റവും നല്ല ആളുകളെ ഡിവൈൻ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അതേസമയം ആ ഒരു നിരാശയിൽ അല്ലെങ്കിൽ ആ ഒരു വൈരാഗ്യ ബുദ്ധിയിൽ നമ്മൾ നിൽക്കുമ്പം നമുക്ക് ചുറ്റും വരുന്നതെല്ലാം നെഗറ്റീവായ വ്യക്തികളായിരിക്കും. വീണ്ടും 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 നമ്മൾ എന്ത് ചെയ്യപ്പെടും? അറ്റാക്ക് ചെയ്യപ്പെടും. വീണ്ടും വീണ്ടും അപമാനിക്കപ്പെടും. വീണ്ടും വീണ്ടും നമ്മളെ എന്തും പറയുന്ന തരത്തിലെ ആൾക്കാർ നമ്മളിലേക്ക് കണക്റ്റഡ് ആകും. അതുപോലെ തന്നെ നമ്മളുടെ ശരീരം ഹെൽത്ത് പ്രോബ്ലംസ് വരും, എനർജി ലോസ് വരും, നമുക്ക് പ്രശ്നങ്ങളെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം വിട്ടുകളയുക എന്നൊരു എനർജിയിലേക്ക് മാറുക. ഓർത്തു വെച്ചേക്കുക, പിന്നീടൊരു അവസരം അവർക്ക് ജീവിതത്തിൽ കൊടുക്കാത്ത വിധം നിങ്ങൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ ആ ഒരു എനർജിയാണ് നമുക്ക് വന്നിരിക്കുന്നത്. വളരെയധികം ചിന്തിച്ച് ആലോചിച്ച് ആക്ഷൻ എടുക്കുക. മുന്നോട്ടേക്ക് ഇന്നത്തെ ദിവസം എന്ത് ആക്ഷൻ എടുക്കുമ്പോഴും എടുത്ത് ചാടി പെട്ടെന്നൊരു തീരുമാനം എടുക്കണ്ട. ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറയുക. അത് ഫാമിലിപരമാകുന്ന കാര്യങ്ങളിലായാൽ പോലും, കുടുംബ ബന്ധങ്ങളിലോ സ്നേഹബന്ധങ്ങളിലോ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചില വ്യക്തികൾക്കൊക്കെ വേണ്ടിയിട്ട് ഇന്ന് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കേണ്ടി വരുന്ന ദിവസമായിട്ടാണ് കാണുന്നത്. അത് അതിൻ്റേതായ രീതിയിൽ തന്നെ നിങ്ങൾ മക്കളുടെ കാര്യത്തിൽ എടുക്കുന്ന തീരുമാനവും പാർട്ട്ണറിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണേലും നിങ്ങൾക്ക് ചുറ്റുമുള്ള ഹാപ്പി മൊമെൻറ്റ്സ് കൊടുക്കേണ്ട വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പറയുന്ന തീരുമാനങ്ങളായാലും ആലോചിച്ച് മാത്രമേ എടുക്കാവുള്ളൂ. എടുത്തു ചാടി ഇമോഷണലി അങ്ങ് അഡിക്റ്റഡ് ആയിട്ട് ഒന്നും തന്നെ ചെയ്യാതിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഒരു സെൽഫ് റെസ്പെക്റ്റിനൊക്കെ ഒരു പ്രാധാന്യം കൊടുക്കണം കേട്ടോ. ഇന്നത്തെ ദിവസം നിങ്ങൾ മുന്നോട്ടേക്ക് ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുക. മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതായി ഒരു കാര്യത്തിൽ നിങ്ങൾ പോകണ്ട. ഒരു സെൽഫ് റെസ്പെക്റ്റിന് ഇന്നത്തെ ദിവസം പ്രാധാന്യം കൊടുക്കണം. അതായത് ഇമോഷൻസിനെയൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യുക. കാരണം ഒരുപാട് ഇമോഷണലി നമ്മൾ മിങ്കിൾ ചെയ്യുമ്പം അത് നമുക്കൊരു വാല്യൂ ലഭിക്കാതെ പോകും. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ നിങ്ങളും കുറച്ചൊക്കെ ഒരു ഹൈഡ് എനർജിയിലേക്കും കുറച്ചൊക്കെ ഒന്ന് മാറി ഒരു സെൽഫ് റെസ്പെക്റ്റായിട്ട് നിങ്ങളിലേക്ക് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് കുറച്ച് ശ്രദ്ധയൊക്കെ കൊടുക്കുക കേട്ടോ. എന്നാലാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു സ്നേഹം, ബന്ധങ്ങൾ, നിങ്ങളെ ആരൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങളെക്കുറിച്ച് ആരൊക്കെയാണ് ചിന്തിക്കുന്നത് എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നമ്മളിലേക്കൊന്ന് ഉൾവലിഞ്ഞു പോകുക. അപ്പോഴാണ് നമ്മളെ അന്വേഷിച്ച് വരുന്നവരാരെ എന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രുവിനെയും മിത്രത്തെയും തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ള ഒരു എനർജിയും കൂടി നമുക്കിവിടെ ഒരു ഗൈഡൻസ് പോലെ തന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 7 of Cupsൻ്റെ എനർജി വന്നിട്ടുണ്ട് മായാവലയത്തിൽ. അതായത് നിങ്ങളെ പെടുത്തിക്കളയാൻ പാകത്തിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടവും ആഗ്രഹവുമുള്ള ചില കാര്യങ്ങളൊക്കെ വെച്ച് നീട്ടാൻ സാധ്യതയുണ്ട് ഇന്നത്തെ ദിവസം. ഒരു പക്ഷേ നിങ്ങളെ ശരിക്കും ഒന്ന് പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും നേടിയെടുക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ലഭിക്കേണ്ടത് മറ്റുള്ളവർ സ്വന്തമാക്കാനുള്ള ചില സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതുപോലെ ഈ ഗോൾഡൊക്കെ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയോ മറ്റുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ചിലപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് തോന്നുന്നൊരു വികാരത്തിൻ്റെ പുറത്ത് കൊടുക്കാനും സഹായിക്കാനും ഒക്കെ പോയാൽ അത് തിരിച്ച് ലഭിക്കുക എന്നത് ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ചീറ്റിംഗ് ആണ് നമുക്കിവിടെ കാണുന്നത് കേട്ടോ. ഇന്നപ്പോൾ ലൈഫിലേക്ക് എന്ത് കാര്യം നിങ്ങൾക്ക് വന്നാലും, ഒരു സഹായം ചോദിച്ചു വന്നാലും, നിങ്ങൾക്കൊരു സഹായം തരാമെന്ന് പറഞ്ഞു വന്നാലും അതിൻ്റെ എല്ലാ വശങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ ആദ്യത്തെ റീഡിങ്സ് പോലെ തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കാരണം ഒരു ചീറ്റിങ്ങിൻ്റെ കാര്യം കാണുന്നുണ്ട്. അതായത് ഒരു ചതിക്കുഴിയിൽ പെടാൻ പാകത്തിന് പിന്നെ അതിൽ നിന്ന് കയറുക എന്നതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്.
അത് വ്യക്തികളായിട്ട് വരുന്നുണ്ട്, സിറ്റുവേഷൻസുകളായിട്ട് വരുന്നുണ്ട്, ചില എന്താ പറയുക പേരും പ്രശസ്തിയൊക്കെ നമ്മൾ പറയില്ല, ചില ആദരവിൻ്റെ രൂപത്തിൽ വരുന്നുണ്ട്, ഗോൾഡ് സ്വർണത്തിൻ്റെ എനർജിയെ കണക്ട് ചെയ്ത് വരുന്നുണ്ട്, അതുപോലെ ഭൂമി വീട് ഇതിനെയൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കൽ വാങ്ങലിലൊക്കെ അതിൻ്റെ ഒരു എനർജി കാണിക്കുന്നുണ്ട്. അപ്പം വലയത്തിൽ പെട്ടുപോകാതിരിക്കുക. അതിനകത്തൊരു നെഗറ്റീവ് നിഴലിൻ്റെ പ്രസൻസ് ഉണ്ട്. ഒരു പക്ഷേ നിങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന വ്യക്തികളിൽ പോലും ഒരു നിമിഷം നിങ്ങളുടെ ഒരു വീഴ്ചയ്ക്ക് നിങ്ങൾക്കൊരു തകർച്ച വരാം, നിങ്ങൾക്കൊരു നഷ്ടം വരട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു ഫീലിങ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒന്നിലും ചെന്ന് പെട്ടുപോകണ്ട ഇന്നത്തെ ദിവസമെന്ന് തന്നെയാണ് പറയുന്നത്. കൊടുക്കാനും പോകണ്ട, വാങ്ങാനും പോകണ്ട. ഇനി അങ്ങനെ ചെയ്യണം, അത്യാവശ്യമാണ്, ഒരു രക്ഷയുമില്ലെങ്കിൽ വളരെ വ്യക്തമായിട്ട് എല്ലാം മനസ്സിലാക്കി പറഞ്ഞ് ക്ലിയർ ചെയ്ത് തന്നെ ചെയ്യണം. പിന്നെ നമ്മളിനി എത്ര പറഞ്ഞ് ക്ലിയർ ചെയ്താലും ചതിക്കപ്പെടാനാണ്. അങ്ങനെ ഒരു വിദ്യ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു വീഴ്ചയെങ്കിലും സംഭവിക്കും, അത് സ്വാഭാവികമാണ് കേട്ടോ. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യണം, നമ്മൾ അതിനെ നേരിടണമല്ലോ. അതുപോലെ മറ്റുള്ളവർ നിങ്ങളെ ഇന്ന് ശരിക്കും ചൂസ് ചെയ്യാൻ സാധ്യത കാണുന്നുണ്ട് കേട്ടോ. അതാണ് ഇവിടെ കാണിക്കുന്നത്, ഒരു ചൂസിങ് എനർജി കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ കഴിവിനെ ആയിരിക്കാം, നിങ്ങളുടെ കയ്യിലുള്ള പണത്തെ ആയിരിക്കാം, നിങ്ങളെ ഇമോഷണലി ആയിരിക്കാം, നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ ചില ഇപ്പോൾ പറഞ്ഞില്ലേ ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതാകുന്നൊരു പൊസിഷനിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ കഴിവുള്ള തരത്തിലുള്ള ഒരു പൊസിഷനൊക്കെ ഉള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ആ ഒരു പൊസിഷനെ ബേസ് ചെയ്തും നിങ്ങളെ ചൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഒരു ട്രാവലിംഗ് പ്രസൻസ്, കുറേ കാലമായിട്ട് സ്റ്റക്കായിട്ട് നിന്ന ട്രാവലിംഗ് പ്രസൻസിൻ്റെ ആ ഒരു ബ്ലോക്കേജ് മാറുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങൾ ഒന്നിലധികം സ്ഥലങ്ങളെ കണക്റ്റ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ, ഒരു പുതിയ തുടക്കത്തിനായിരിക്കാം, ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹം, സ്വപ്നം, പാഷൻ്റെ പിന്നാലെ പോയതായിരിക്കാം, ട്രാവലിംഗ് ആയിരിക്കാം, സ്റ്റക്കായിട്ട് നിന്നത്, നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനകത്തൊരു മൂവ്മെൻറ്റ്സ് ഇല്ലാണ്ട് സ്റ്റക്കായിട്ട് നിന്ന ആ ഒരു സിറ്റുവേഷൻസ് അവസാനിക്കുന്നുണ്ട്. ഒന്നിലധികം ഓപ്പർച്യൂണിറ്റിയുടെ ഒരു പ്രസൻസ് ആണ് അവിടെ കാണിക്കുന്നത്. നിങ്ങളെ സ്റ്റക്കാക്കിയത് വേറൊന്നുമല്ല, നിങ്ങളുടെ മുന്നിൽ ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസ് വന്ന് നിൽപ്പുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്ത് നിങ്ങളിൽ വന്നൊരു കൺഫ്യൂഷനാണ് നിങ്ങൾക്കൊരു സ്റ്റക്നെസ് സംഭവിച്ചത്. ഇപ്പം നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരുന്നുണ്ട്, എന്താണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, ഏത് പൊസിഷനിലാണ്, ഏത് സിറ്റുവേഷൻസിലൂടെയാണ് യാത്ര ചെയ്യേണ്ടതെന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് ലൈഫിൽ വേണ്ടത് എന്നുള്ളത്, എനിക്ക് വേണ്ടിയിട്ട് എടുക്കേണ്ടതെന്നുള്ളൊരു തീരുമാനം നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബ്ലോക്കേജ്, നിങ്ങളെ സ്തംഭനാവസ്ഥയിലാക്കിയ ബ്ലോക്കേജ് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ദ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയിലാണ് വന്നിരിക്കുന്നത്. കാലം ചേഞ്ചിങ് ആകുന്നു, ഒരു സ്പിരിച്വൽ യാത്രയിലേക്ക് പോകേണ്ട സമയം കുറച്ച് ആളുകൾക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് പ്രയോഗിക്കാനുള്ള സമയമായി കേട്ടോ. ഹൈ പ്രീസ്റ്റസ് ആണ്, അബണ്ടൻസ് ആണ്, അതുപോലെ തന്നെ നന്മയും തിന്മയും മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട വ്യക്തിത്വങ്ങളാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള അറിവിനെ അതിനെ നിങ്ങൾ പ്രയോഗിക്കേണ്ട സമയമാണ്. കാലം നിങ്ങൾക്ക് അനുകൂലമാണ്. നിങ്ങൾ എന്തു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും, ഒരു സ്പീക്ക് ചെയ്യാൻ ഇതൊക്കെ പറയുന്നത് മോട്ടിവേഷൻ സ്പീക്കർ ആവണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിലും, അല്ലെങ്കിൽ മറ്റു പ്രഭാഷണം കാര്യങ്ങളിൽ പോകണം എന്നുള്ളവരാണ്, ഒരു ടീച്ചിങ് ഫീൽഡ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിലും, മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ അങ്ങനെയുള്ള ആ ഒരു എന്താ പറയുക, ഒരു നമ്മൾ പറയില്ല, ഒരു അറിവ് സംബന്ധമാകുന്ന കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കാലം അനുകൂലമാകുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങൾ പാസ്റ്റിൽ ചെയ്തിരുന്ന ഒരു ജോലി ആയിരിക്കാം, പാസ്റ്റിൽ ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ വീണ്ടും നിങ്ങൾക്ക് റീകണക്റ്റ് ചെയ്തു വരുന്നതുമാവാം കേട്ടോ. അത് നിങ്ങളുടെ കയ്യിലുണ്ട്, ആ ഒരു അറിവും കഴിവും മികവും എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. അത് നിങ്ങൾ പ്രയോഗിക്കാതെ ഒരു പക്ഷേ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിന്നതാണെങ്കിൽ നിങ്ങൾക്ക് കാലം അനുകൂലമാകുകയാണ്. നിങ്ങളുടെ കഴിവിന് എന്ത് കാര്യമായിക്കോട്ടെ, ഇനി അറ്റ്ലീസ്റ്റ് ഒരു തയ്യൽ പഠിച്ചതായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഇത് എംബ്രോയ്ഡറി വർക്ക്, എന്ത് കാര്യമായിക്കോട്ടെ, നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കഴിവിനെ നിങ്ങൾ മാറ്റി വെച്ചിരുന്നുവെങ്കിൽ അത് പ്രയോഗിക്കേണ്ട സമയമാണ്. നിങ്ങൾക്കത് പ്രയോഗിക്കേണ്ട അവസരം വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് മാനിഫെസ്റ്റേഷൻ എനർജിയാണ് കേട്ടോ. നിങ്ങൾ ഒരു പക്ഷേ എവിടെയോ ഒരിടത്ത് നിങ്ങൾ ട്രാപ്പിലായി നിൽക്കുന്ന ആളുകളെ കാണുന്നത്.
ഡബിൾ എനർജി പ്രസൻസ്, ഒരു പക്ഷേ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എനർജിയിൽ പെട്ടിട്ടുണ്ടാവാം. നിങ്ങളെ ഫിസിക്കലി സെക്ഷൽ പരമായിട്ടോ മറ്റേതെങ്കിലും രീതിയിലോ നിങ്ങളെ ആരെങ്കിലും മിസ്യൂസ് ചെയ്യുന്നൊരു ഫീലിങ്സ്, അതായത് സ്നേഹം എന്നത് അഭിനയിച്ച് നിങ്ങളെ മിസ്യൂസ് ചെയ്യുന്ന ഒരു ഫീലിങ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ സറണ്ടർ ചെയ്ത് പരാജയപ്പെട്ട് അതിൽ നിന്നും മോചിക്കപ്പെടാൻ പറ്റാത്ത വിധമുള്ള ഒരു ബന്ധന അവസ്ഥയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നും കരകയറാനുള്ള സമയമായി മാറ്റമാണ് എന്നാണ് കാണുന്നത് കേട്ടോ. അതുപോലെ ഇമോഷണലി കുറച്ചൊന്ന് സ്ട്രോങ് ആവാനായിട്ടുണ്ട്. ഫ്യൂച്ചറിലേക്ക് ചില വ്യക്തികളുടെ ലൈഫിൽ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള ചില കാര്യങ്ങൾ, ഒരുപക്ഷെ അതൊരു മാര്യേജ് പോലുള്ള കാര്യമാവാം, നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്ന ഒരു സക്സസ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് കേട്ടോ. ഒരു വിജയം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അവിടെ ഒരു ഇമോഷണൽ മെച്യൂരിറ്റിയോട് കൂടി ഒരു ഇച്ചിരി ഏജ്ഡ് ആയ വ്യക്തികളുടെ പ്രസൻസ് ആട്ടോ കാണുന്നത്. എന്താണെങ്കിലും ഒരു ടോക്സിക് നിങ്ങൾ ഹോൾഡ് ചെയ്തു വെച്ചിരുന്ന നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ടുകളയാൻ ആഗ്രഹിക്കാത്തൊരു കാര്യം, അതൊരു ഫ്യൂച്ചർ പ്ലാനിങ്ങോട് കൂടി നിങ്ങൾ മനസ്സിൽ കരുതിയിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വന്നു ചേരുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് വിവാഹം പോലുള്ള ചില കാര്യങ്ങളാണ്. സെക്കൻഡ് മാര്യേജിന് വേണ്ടി ശ്രമിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതാണ്. അതല്ല എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നിൽക്കുന്ന ഒരു സക്സസ്സിൽ നിന്നും കുറച്ചും കൂടി ഉയരത്തിലേക്ക്, രണ്ടാമതൊരു വിജയത്തിലേക്ക് കൂടി നിങ്ങൾക്ക് കടക്കാനുള്ള സമയം, അല്ലെങ്കിൽ അതിനുള്ളൊരു യോഗം, അതായത് ഒരു വലിയ സ്റ്റാർ എനർജിയിൽ 4 പേര് അറിയപ്പെടുന്ന രീതിയിൽ ഒരു സ്റ്റാർ എനർജിയിലേക്ക് നിങ്ങൾ മാറാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. 2 ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇമോഷണലി ഒരു ചീറ്റിംഗ് സിറ്റുവേഷനിലൂടെ പോകുന്ന ആളുകളുടെ എനർജിയാണ് കേട്ടോ. നിങ്ങൾ ചതിക്കപ്പെട്ടു, നിങ്ങളൊരു റോങ് സിറ്റുവേഷൻസിലായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റാതെ നിൽക്കുകയാണെങ്കിൽ, ഒരു പക്ഷേ അതൊരു വിവാഹ ജീവിതമായിരിക്കാം കേട്ടോ. ഒരു ചീറ്റിംഗ് ചെയ്യപ്പെട്ടു എന്നൊരു തിരിച്ചറിവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്, പക്ഷേ മൂവ് ഓൺ ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന സാഹചര്യമാണ്. ഒരു പക്ഷേ ഒരുപാട് സന്തോഷത്തോടു കൂടി നിങ്ങളൊരു ലൈഫിലേക്ക് ഇറങ്ങി തിരിച്ച വ്യക്തികളാവാം. ഫ്യൂച്ചർ പ്ലാനിങ്ങോടുകൂടി, അതായത് ഇത് ലൈഫ് ലോങ് കമ്മിറ്റഡ് ആയിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തികളാവാം. എന്താണെങ്കിലും ആ ഒരു റിലേഷനിൽ നിങ്ങളുടെ ആ ഒരു സ്തംഭനാവസ്ഥയിൽ നിന്നും ദ ലവേഴ്സിൻ്റെ എനർജിയിലേക്കാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇന്നലെ വരെ ചുമന്ന ബർഡൻ നിങ്ങൾക്ക് ഇറക്കി വെക്കാം കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ ഒരു മിറാക്കിൾ സംഭവിക്കുന്നു, നിങ്ങളുടെ ഫാമിലി ലൈഫിൽ ഒരു മിറാക്കിൾ സംഭവിക്കുന്നു. കൺഫ്യൂസ്ഡ് എനർജിയിൽ എന്ത് ചെയ്യണമെന്നുള്ളൊരു സിറ്റുവേഷൻസിൽ നിന്നും ഒരുമിച്ച് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് യാത്ര ചെയ്യാൻ പറ്റും. നമ്മുടെ ഫസ്റ്റ് എനർജി ഉണ്ടല്ലോ, ഹാപ്പി ഫാമിലി എനർജിയുടെ പ്രസൻസ് ആണ്. നിങ്ങൾക്ക് ഒരുമിച്ച് എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് കൈ പിടിച്ച് ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകാനുള്ള യോഗമുണ്ട്. തിരിച്ച് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിലേക്ക് വരും. നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് നല്ല രീതിയിൽ മിങ്കിൾ ചെയ്ത് പോകാനുള്ള ഒരു യോഗം നമുക്കിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഏഞ്ചൽസ് നൽകുന്നത് ഓപ്പർച്യൂണിറ്റീസാണ്. അതായത് നിങ്ങളൊരു പക്ഷേ ഇങ്ങനെ ഇനി ഒന്നും ലഭിക്കില്ല എന്ന് ചിന്തിച്ച്, അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്ന് നിൽക്കുന്ന വ്യക്തികൾ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട്, അവസരങ്ങളുണ്ട്, പക്ഷെ ഒന്നിലും കോൺസെൻട്രേഷൻ ചെയ്യാനും പറ്റുന്നില്ല. ഏത് വേണം ഏത് ഉപേക്ഷിക്കണം എന്നൊക്കെ ഉള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഓപ്പർച്യൂണിറ്റീസ് വരുന്നു. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ബി അസേർട്ടീവ് എന്നാണ് പറയുന്നത്. ഉറച്ചു നിൽക്കുക. നിങ്ങളുടെ പാഷൻ, നിങ്ങൾ എന്തെങ്കിലും സ്വപ്നത്തിലാണെങ്കിൽ ഇന്ന പൊസിഷനിൽ എത്തണം, അല്ലെങ്കിൽ ഇന്ന കാര്യം എനിക്ക് ചെയ്യണം, ഇന്ന സ്ഥാനത്ത് എനിക്ക് എത്തണം, ഇന്ന പോലെ എൻ്റെ ലൈഫിനെ കൊണ്ടുപോകണം, അങ്ങനെയൊക്കെ മനസ്സിലൊരു ദൃഢനിശ്ചയമുള്ള വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളതിൽ ഉറച്ച് തന്നെ നിൽക്കുക. നിങ്ങൾ ഒരിക്കലും ചേഞ്ച് ആവണ്ട എന്നാണ് പറയുന്നത്. ഗെറ്റ് മോർ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളെ ആരെങ്കിലും റിജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്നേഹത്തെ ആരെങ്കിലും നോ പറഞ്ഞ് ഒഴിവാക്കുന്നുണ്ട്, ഒരു പക്ഷേ ഒരു സമയത്ത് നിങ്ങളോട് വളരെ കണക്റ്റഡ് ആയിട്ട് നല്ലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ നല്ല ശക്തമാകുന്ന നല്ലൊരു ബന്ധത്തിലൂടെ കടന്നു പോയൊരു വ്യക്തിയിൽ നിന്നും നിങ്ങളിപ്പോൾ കറൻറ്റ്ലി ഒരു റിജക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഗെറ്റ് മോർ ഇൻഫർമേഷൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയണം. നിങ്ങൾ അപമാനിക്കപ്പെടരുത്, മനസ്സിലാക്കുക. എന്നതിന് ശേഷം മാത്രം ആ റിലേഷനിൽ ആക്ഷൻ എടുക്കുക കേട്ടോ. നോ എന്നൊരു എനർജി വന്നിട്ടുണ്ട് കേട്ടോ. ഈ നോ എനർജിയിൽ നിങ്ങൾ ഒരുപാട് റിസ്ക് എടുക്കുന്നുണ്ട്. ആ റിസ്ക് എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങളൊന്ന് അറിഞ്ഞിട്ട് റിസ്ക് എടുത്താൽ മതി കേട്ടോ. വെറുതെ നമ്മൾ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് അതിനൊരു ഗുണമില്ലാതെ വരരുത്. അപ്പോൾ അവിടെ ഒരു നോ വന്നിട്ടുണ്ട്. അപ്പം അത് ഒരു കരിയർ മേഖലയായാൽ തന്നെ, സാമ്പത്തികത്തെ കണക്ട് ചെയ്തായാലും ഹെൽത്തിനെ ബേസ് ചെയ്തായാലും നിങ്ങൾ ഒരുപാട് റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ
നല്ലപോലെ ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇനി മനസ്സിലൊരു ക്വസ്റ്റ്യൻ ചിന്തിക്കുക. ജസ്റ്റ് നമുക്ക് ഏഞ്ചൽസിനോട് ചോദിക്കാം. നിങ്ങളുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻസിന് ഏഞ്ചൽസ് ഇപ്പോൾ കറൻ്റ്ലി എന്താണ് മറുപടി പറയുന്നത്, ഇപ്പോൾ നിങ്ങളോട് പറയാൻ ഏഞ്ചൽസിനുള്ളത് എന്താണെന്ന് നോക്കാം. മനസ്സിലൊരു ക്വസ്റ്റ്യൻ ചിന്തിക്കുക. ഞാൻ എടുക്കാൻ പോവുകയാണ്. ഡോണ്ട് സ്റ്റോപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ എന്ത് കാര്യമാണ് ചിന്തിച്ചതെങ്കിലും അതൊരിക്കലും നിങ്ങൾ നിർത്തേണ്ട ആവശ്യമില്ല, നിങ്ങളത് കണ്ടിന്യൂ ചെയ്തോളൂ എന്നാണ് നമ്മളോട് ഏഞ്ചൽസ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്തോളാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഏറ്റവും പ്രഷ്യസായ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന, നിങ്ങൾക്ക് ഒരിക്കലും വിട്ടുകളയാൻ പറ്റാത്തൊരു കാര്യത്തെയാണ് നിങ്ങൾ ഓർത്തത്. ആ ഓർത്ത കാര്യം നിങ്ങൾക്ക് വളരെ പ്രഷ്യസായ, വളരെ മെച്യൂരിറ്റിയോട് കൂടി നിങ്ങൾ അതിനെക്കുറിച്ച് ആഴത്തിൽ അറിഞ്ഞ് മനസ്സിലാക്കി നിങ്ങളത് ലൈഫ് ലോങ് വേണമെന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അതിന് ഡോണ്ട് സ്റ്റോപ്പ് എന്നാണ് എനർജി.